ഇഷ്ടമായി. കാളിദാസ് ജയറാമിന്റെ ആദ്യത്തെ ഹിറ്റ് പടം മലയാളത്തിലെ. പിന്നെ പഴയൊരു ജയറാമേട്ടനൊക്കെ തിരിച്ചു വന്ന പോലെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി പടം. നമ്മള് കാണാൻ ആഗ്രഹിച്ച ജയറാമിന്റെ ഈ അടുത്ത കാലത്ത് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഉള്ളൊരു സിനിമ തന്നെയായിരിക്കും. ഗംഭീര സിനിമ തന്നെയാണ്. വളരെ നല്ല ഒരു കഥയാണ്. ഉറപ്പായിട്ടും അടിപൊളി 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 ചാൻസ് ആ സന്തോഷം. സിനിമ എൻജോയ് ചെയ്തു. അടിപൊളി തിരിച്ചറിവ് ഗംഭീരം. അതെ അതെ, ഫാമിലി ജയറാമേട്ടന്റെ ഏരിയയിലാണ്. സൂപ്പർ സൂപ്പർ. അതെ, മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ്. അങ്ങേറ്റം പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിരിച്ചറിവ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ, അത് പിന്നെ പറയുന്നില്ല. ജയറാമേട്ടൻ്റെ കോമ്പോ നമുക്ക് പണ്ട് ഇഷ്ടമുള്ള സിനിമയെ പറ്റി കാളിദാസൻ കോമ്പോ ഇത്ര വർഷത്തിന് ശേഷം തിരിച്ചെത്തിരിക്കുകയാണ്. നിങ്ങളല്ലേ പ്രശ്നം പറ്റി പറയേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കി നല്ല രസമുള്ള നല്ല മൂവിയാണ്. നല്ല ഒത്തിരി ആൾ കാത്തിരുന്ന പടം പറയുന്ന എല്ലാ സന്തോഷം എല്ലാവരും കാണുന്ന മലയാളത്തിലെ നല്ലൊരു ഫാമിലി ഫീൽ. അടിപൊളി പടം, ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി. ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്, എല്ലാവരും വന്ന് കാണണം. നല്ല പടം. കണ്ണനൊക്കെ കാളിദാസിനോട് സൂപ്പറായിട്ട് ആശ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു സിനിമ? പടത്തിൽ കളിക്കല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ജയറാമേട്ടന്റെ മകളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് പടത്തിന്റെ ജയറാം കാളിദാസൻ ഏറ്റവും വലിയ ഭാഗ്യം. അതെ അതെ, ഏറ്റവും വലിയ ഭാഗ്യം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് സിനിമ നല്ല രസമുണ്ട്, നല്ലൊരു ഫീൽ ഗുഡാണ്. കാളിദാസൻ വിളിച്ചിരുന്നോ? ഇല്ല, രാവിലെ മെസ്സേജ് കാണാനുള്ള പ്രേക്ഷകരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പടം പോയി കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്ന പടമാണ്? അടിപൊളി പടം, ഒരു രക്ഷയിലൊന്നും പറയാനില്ല. പിന്നെ 2003 ഇറങ്ങിയ എൻ്റെ കൂടെ അപ്പോയിൻ്റ് പഠിച്ച ശേഷം 23 വർഷമായില്ലേ ഇപ്പോൾ വീട് ഒരുമിച്ചിട്ട്. ആ വെയിറ്റിംഗ് അവരെന്തായാലും മോശമായില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തോ ഒരു വെയിറ്റ് ഫീൽ ചെയ്യണം പടം കണ്ടു കഴിയുമ്പോൾ. അത്ര ഇമോഷണൽ വർക്കൗട്ട് ആവും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇമോഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യും.
ബീജിയമായാലും ഡയലോഗ് എല്ലാം ഭയങ്കര റോളി. പടത്തിന്റെ പേര് പോലെ ക്ലൈമാക്സ് ആശ്രയിച്ച് നല്ല രീതിക്ക് ലീഡ് ചെയ്തുകൊണ്ട് നമ്മളെ ഭയങ്കര പിടിച്ചിരുത്തും. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്തതിന്റെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകണം, എല്ലാവരും കാണണം. കാര്യമായിട്ട് എല്ലാവരും എല്ലാം അടിപൊളിയായിട്ട് എല്ലാവരും പോയി കാണാൻ തരും. ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചില പോർഷൻസ് ഒക്കെ വരുമ്പോൾ കണ്ണൊക്കെ കിടന്ന് നടന്ന് ഭയങ്കര രസമായിട്ടുണ്ട്. ഷാഫൊക്കെ ആശ്വസിച്ച് ചേരാൻ പറ്റും. ഭയങ്കര രസമുണ്ട്. കാളിദാസിൻ്റെ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല പടം അടിപൊളിയായിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇമോഷണൽ പടമാണ്. അപ്പം ഇത്രയും വലിയൊരു പടത്തിൻ്റെ ചെറിയ ഭാഗമാകാൻ പറ്റില്ല. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ആശകളായിരം കണ്ടത് അടിപൊളിയായിരുന്നു. അച്ഛനും മോനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കൊരു റിയൽ കംബാക്ക് തന്നെ പറയാം. ഒരു തിരിച്ചറിവാണ്. രണ്ടുപേരും കാളിദാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെർഫോമൻസ്. ആ കോമ്പോ ശരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. അല്ലെങ്കിലും ത്രൂഔട്ട് മൊത്തത്തിലുണ്ടല്ലോ, പടത്തിൽ മൊത്തം ഉണ്ടല്ലോ. അതും ജയറാമേട്ടൻ്റെ മകളായിട്ടാണ്. അപ്പം അത് തന്നെ മൊത്തത്തിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ആർട്ടിസ്റ്റ് എന്നതിനുള്ളതിനെക്കാട്ടും ഉപരി ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഡിയൻസായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നും കൂടെ കാണുന്നുണ്ട്. കാരണം ഞാൻ എന്നെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുകയായിരുന്നു. ഓഡിയനായിട്ട് കാണാൻ ഇത് സിനിമ എത്തരത്തിലുള്ള പ്രേക്ഷകർക്കായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കൂടുതലും സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലീസിനും എല്ലാവർക്കും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ചേരാമേൻ്റെയും കാളിദാസേൻ്റെയും ഒക്കെ ഒരുമിച്ചുള്ള പടമാണ്. അതുപോലെ ഞാൻ ഇവിടെ വന്നതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. ഇവിടെ വന്നേക്കുന്ന ആരാണ്? സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞ ഡയലോഗ് കാരണം അവർ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സന്തോഷം ഒന്നുമില്ല. പിന്നെ രണ്ട് സിനിമയാണ്. ആശകളായാലും ഫാമിലി പടമാണ്, മറ്റേ ഒരു കോമഡിയാണ്. അപ്പോൾ അതിനുള്ള റിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന അതിൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എനിക്ക് ചേട്ടൻ്റെ ഒരു വാക്ക് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും എനിക്ക് ഈ പടം കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ചേട്ടൻ്റെ വീഡിയോസ് പടം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വേറെ ഷൂട്ടിൽ വിട്ടിട്ട് എത്താൻ ലേറ്റായി പോയി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിലുണ്ടാവുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ കോമഡി ഒരു ക്യാരക്ടർ അല്ല, എങ്കിലും അവരുടെ ചെറുതായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കാളിയെ സപ്പോർട്ട് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ വരുന്ന ഈ ഷോ കഴിഞ്ഞ് അടുത്ത ഷോകളിലായിട്ട് കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാം? ഫാമിലി ആയിട്ട് വന്ന് കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്. നമ്മൾ തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാകുന്നില്ല. ചേട്ടാ എന്താണ് ജയറാമേട്ടനും കാളിദാസും പിന്നെ അതുപോലെ ആശയൊക്കെ ഭയങ്കര നല്ല രസമുള്ള പടം. എന്നാലും ഫാമിലിയൊക്കെ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമഡിയും രസമാണ്. ജയറാമേട്ടനും കാളിദാസും തകർത്തു എന്നാണ് പറയുന്നത്. കാളിദാസും തകർത്തു, ജയറാമേട്ടനും തകർത്തു, അവസാനം വന്ന് ആശയും തകർത്തു. ഈ പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവര് അച്ഛനും തമ്മിലുള്ള മോനും തമ്മിലുള്ള റാപ്പ് എങ്ങനെയായിരുന്നു? അത് പറയണ്ടല്ലോ. അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളെ എൻജോയ് ചെയ്ത് ഷൂട്ടിലൊക്കെ. ഇനി പടം കാണാൻ വരുന്ന പ്രേക്ഷകനോട് എന്താ പറയാനുള്ള? പ്രേക്ഷകനോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത് ഫാമിലി ആയിട്ടൊന്ന് കാണണം. ഫാമിലി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മേക്കിങ്ങും കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണ് ആശകളായതിനെ പറ്റി പറയാനുള്ളത്? ജയറാമനും കാളിദാസ് ജയറാമനും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന മനോഹരമായൊരു കുടുംബത്തിലാണ്. ഫാമിലി ഇമോഷൻസ്, ഹ്യൂമർ എല്ലാം മനോഹരമായൊരു സിനിമ. ഫാമിലിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എല്ലാവരും സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ അച്ഛനും മകനും കൂടെ തകർത്തു എന്നാണ് എല്ലാവരും പറയുന്നത്. അവർ നമ്മൾ കോമ്പറ്റീഷൻ കാണേണ്ടത് തന്നെയാണ്. മത്സരിച്ച് അഭിനയിക്കാൻ അവരുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട, പക്ഷെ എന്തായാലും അവരുടെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ആ ക്യാരക്ടറോട് 100% നീതി പുലർത്തി മത്സരിച്ച് അഭിനയിക്കാൻ അതിന്റെ റിസൾട്ട് സിനിമയിൽ കുട്ടികൾ കാണില്ല. സാധാരണ ചേട്ടന്റെ റോളുകൾ എന്ന് പറഞ്ഞാല് കുറച്ച് നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വില്ല വേഷങ്ങളാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്.
എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു ജേണി പരിപാടിയൊക്കെ? അല്ല, എന്റെ സ്വാഭാവികമായ രീതി കുറച്ച് സ്വീറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്റെ സ്വാഭാവിക ക്യാരക്ടറല്ല, അതാണ് പിന്നെ അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പടം കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കാണണം, ഫാമിലി ആയിട്ട് വരണം, എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റും. നല്ല ചെറിയ സിനിമ ഭയങ്കരമായ